രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിനൊപ്പം ഭരണഘടനയും മതേതരത്വവും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ജാതിമതഭേദമന്യേ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശത്തിന് വെല്ലുവിളി ഉയർന്നാൽ ഒറ്റക്കെട്ടായി അതിനെതിരെ പോരാടണം. കണ്ണൂരിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. നമ്മുടെ ഭരണഘടനയ്ക്ക് നേരെ വെല്ലുവിളി ഉയരാതെ നോക്കേണ്ട ബാധ്യത രാജ്യത്തെ ഓരോ പൗരനും ഉണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഭരണഘടനയും അതിൻ്റെ മൂല്യവും വിലപ്പെട്ടതാണ്. എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി നമുക്ക് വേണം. ഏതെങ്കിലും വിഭാഗത്തിന് കണ്ണീർ ഒഴുക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകരുതെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. ഏതെങ്കിലും വിശ്വാസികൾക്ക്, ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർക്ക്, ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവർക്ക് കണ്ണീർ ഒഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഈ മഹാരാജ്യത്ത് ഉണ്ടായിക്കൂടാ. ഈ മഹാരാജ്യത്ത് എല്ലാവരും ഒരുപോലെയാണ്. ആ ഒരുപോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന സമത്വസുന്ദരമായ ജനാധിപത്യ അവകാശങ്ങൾ, മതേതരത്വ അവകാശങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മഹാരാജ്യം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതൊരിക്കലും ഒരു ഭംഗം സംഭവിച്ചുകൂടാ. എന്തുകൊണ്ടും സംഭവിച്ചുകൂടാ. നമ്മുടെ ഭരണഘടന അതെല്ലാം തന്നെ ആധികാരികമായി ഈ സമയം വൈകിയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങളും. അത് ദുർബലമാകുന്നത് രാജ്യത്തിന് ഗുണകരമാകില്ല. രാജ്യം ഉയർത്തിപ്പിടിച്ച മഹത്തായ സന്ദേശങ്ങളുണ്ട്. അത് ഗാന്ധിജി ഉൾപ്പെടെ മഹാരഥന്മാർ പോരാടി നേടിയതാണ്. അവ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. സമാധാനത്തിന്റെ മാർഗത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ടു പോകേണ്ടത്. മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം എല്ലാവരും ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. മേയർ മുസ്ലിം മഠത്തിൽ KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, കളക്ടർ അരുൺ K വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻരാജ്, റൂറൽ SP അനൂജ് പലിവാൾ തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും അടക്കം നിരവധി പേർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.